ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് HSST സുവോളജിയിലും നമ്മുടെ സെറ്റ് സുവോളജിയിലും നെറ്റ് എക്സാമിനും ഒക്കെ വേണ്ടി വരുന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാനിത് HSST സുവോളജിയുടെ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ബയോകെമിസ്ട്രിയിൽ ബയോ മോളിക്യൂൾസ് എന്നുള്ള ഭാഗമാണ്. അതിൽ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസമാണ്. അപ്പം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മെറ്റബോളിസം എന്താണെന്ന് അറിയണം. മെറ്റബോളിസം നമുക്കറിയാം, കെമിക്കൽ റിയാക്ഷൻസ് ഒക്കർ ഇൻ എ ലിവിങ് സിസ്റ്റമാണ് എന്താണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അതിൽ മെറ്റബോളിക് പാത്വേ എന്താണ്? ഈ സീരീസ് ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻസ് ആണ്. അതായത് ഈ കെമിക്കൽ റിയാക്ഷൻസ് എൻസൈംസിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ആ ഒരു എൻസൈമാറ്റിക് റിയാക്ഷൻസ് ആണ് അതിൻ്റെ ഫലമായിട്ട് സ്പെസിഫിക് പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഒരു റിയാക്റ്റൻ്റ് ഒരു പ്രോഡക്റ്റായി മാറുന്നത് എൻസൈംസിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ എൻസൈംസിൻ്റെ കറ്റാലിറ്റിക് ആക്ടിവിറ്റിയോടെയാണ്. ഇനി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സ്ട്രേറ്റ് ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഇൻ എ മെറ്റബോളിക് റിയാക്ഷൻ. സബ്സ്ട്രേറ്റ് ആവാം, ഇൻ്റർമീഡിയറ്റ് ആവാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആവാം. മെറ്റബോളിസം എത്ര തരത്തിലുണ്ട്? 2 തരത്തിലാണ് മെറ്റബോളിസം പ്രധാനമായിട്ടുള്ളത്. കാറ്റബോളിസവും ഉണ്ട്, അനബോളിസവും ഉണ്ട്. അതായത് രണ്ടായിട്ട് നമുക്ക് മെറ്റബോളിസത്തിനെ തിരിക്കാം: കാറ്റബോളിക് റിയാക്ഷൻസും അനബോളിക് റിയാക്ഷൻസും. കാറ്റബോളിസം എന്ന് പറയുന്നത് ഡീഗ്രഡേറ്റീവ് പ്രോസസ്സാണ്. എന്താണ്? കോംപ്ലക്സ് മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിമ്പിൾ വൺസ് ആയിട്ട് മാറുന്നത്. ഇതിൻ്റെ കൂടെ എന്ത് സംഭവിക്കുന്നു? എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ദ ഡീഗ്രഡേറ്റീവ് പ്രോസസ് ഇൻ വിച്ച് ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ് ടു സിംപ്ലർ വൺസ് വിത്ത് ദ റിലീസ് ഓഫ് എനർജി. അടുത്താണ് അനബോളിസം. ഇതൊരു ബയോസിന്തറ്റിക് റിയാക്ഷൻ ആണ്. എന്താണ്? ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ് ഫ്രം സിമ്പിൾ പ്രിക്കേഴ്സേഴ്സ്. കോംപ്ലക്സ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് അനബോളിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അടുത്താണ് ആംഫിബോളിസം. ആംഫിബോളിസം എന്ന് പറഞ്ഞാൽ സൈമൾട്ടേനിയസ് ആയിട്ട് കാറ്റബോളിസവും അനബോളിസവും സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ ആംഫിബോളിസം എന്ന് പറയുന്നത്. അടുത്തത് ഇൻ്റർമീഡിയറി മെറ്റബോളിസമാണ്. അതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഉണ്ടാവുന്ന പ്രോഡക്ട്സ് മെറ്റബോളിക് റിയാക്ഷൻസിൽ ഉണ്ടാവുന്ന പ്രോഡക്ട്സിൻ്റെ ഫേറ്റ് എന്ന് പറയുന്നത് പല വേറെ വേറെ സൈക്ലിക് റിയാക്ഷൻസിലോട്ട് ഇത് കടക്കാറുണ്ട്. അതായത് ഇറ്റ് ഈസ് ദ കോംപ്ലക്സ് ഇൻ്റർകണക്റ്റഡ് വെബ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻസ്. ഒരു കണക്റ്റഡ് വെബാണ് ഇതെന്ന് പറയുന്നത്. എന്താണ്? ഇൻ്റർമീഡിയറി മെറ്റബോളിസം എന്ന് പറയുന്നത്. വിതിൻ ദ സെൽസ് ദാറ്റ് പ്രോസസ്സസ് ന്യൂട്രിയൻസ് ടു ജനറേറ്റ് എനർജി ആൻഡ് ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ സെല്ലുലാർ കമ്പോണൻസ്. അപ്പോൾ അടുത്താണ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മേജർ എനർജി സോഴ്സ് ഓഫ് സെല്ലാണ്. മെയിൻലി നമ്മൾ എന്തെന്ന് പറയും? ഷുഗേഴ്സ് എന്ന് പറയും. ഗ്ലൂക്കോസ് എന്ന് പറയുന്നതാണ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ആസ് എനർജി സോഴ്സ്. പിന്നെന്താണ്? സ്റ്റോർഡ് ആസ് ഗ്ലൈക്കോജൻ ടു റിലീസ് ഗ്ലൂക്കോസ്. എന്തായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? ഗ്ലൈക്കോജൻ ആയിട്ടാണ്. കാര്യം എന്താണ്? ഗ്ലൂക്കോസ് റെഡിലി സോലുബിൾ ആണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഗ്ലൈക്കോജനായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. നമ്മുടെ നീഡ് എറൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസായിട്ട് യൂസ് ചെയ്യും. പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിൽ ഇൻ പ്ലാന്റ്സ് സ്റ്റോർഡ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ഈ സ്റ്റാർച്ച്. പ്ലാന്റ്സിൽ എന്തിൻ്റെ പേരിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്? സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ വരുന്ന ബാക്കിയുള്ള മോണോസാക്രൈഡ്സ് ആണ് ഫ്രക്ടോസ്, ഗാലക്ടോസ്, മാനോസ്, ഇതൊക്കെ. ഇനി ഇതിൽ ഉൾപ്പെടുന്ന പാത്വേസ്, പ്രധാനപ്പെട്ട പാത്വേസ് ആണ് ഗ്ലൈക്കോളിസിസ് ഉണ്ട്, സിട്രിക് ആസിഡ് സൈക്കിള്, ഗ്ലൂക്കോനിയോജെനസിസ്, ഗ്ലൈക്കോജെനസിസ്, ഗ്ലൈക്കോജനോലൈസിസ്, പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേസ്. മേജർ പാത്വേസ് ആണ് ഗ്ലൈക്കോളിസിസ്, സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രബ് സൈക്കിൾ, TCA സൈക്കിൾ എന്നൊക്കെ നമ്മൾ പറയും. ഗ്ലൂക്കോനിയോജെനസിസ്, ഗ്ലൈക്കോജെനസിസ്, ഗ്ലൈക്കോജനോലൈസിസ്, പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ. അപ്പോൾ അടുത്തതാണ് ഗ്ലൈക്കോളിസിസ് അല്ലെങ്കിൽ ഗ്ലൈക്കോലൈസിസ്. അപ്പോൾ എന്താണ്? ഈ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. ഗ്ലൈക്കോസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് അല്ലെങ്കിൽ ഷുഗർ എന്നാണ്. ലൈസിസ് എന്ന് പറഞ്ഞാൽ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ എന്നുള്ള മീനിങ് ആണ്. ഇതൊരു യൂണിവേഴ്സൽ പാത്വേ ആണ്. അതായത് മൈക്രോ ഓർഗാനിസം തൊട്ട് ഹയർ ഓർഗാനിസം വരെ പ്ലാന്റ്സിലും എല്ലാത്തിലും എന്ത് നടക്കും? ഗ്ലൈക്കോളിസിസ് നടക്കും. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? എംബഡൻ മെയർഹോഫ് പർണസ് പാത്വേ എന്ന് പറയും. അതിൽ ജർമ്മൻ ബയോകെമിസ്റ്റുകളാണ് എംബഡനും മെയർഹോഫും. റഷ്യൻ ബയോകെമിസ്റ്റാണ് പർണസ് എന്ന് പറയുന്നത്. ഈ ഗ്ലൈക്കോളിസിസിൻ്റെ പാത്വേ കംപ്ലീറ്റ് ആയിട്ട് ഇലൂസിഡേറ്റ് ചെയ്തത് 1940-ലാണ്.
അതുപോലെ തന്നെ ഇതിലെന്താ നടക്കുന്നത്, സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് ആണ്. ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് അല്ലെങ്കിൽ ലാക്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ATP പ്രൊഡക്ഷൻ നടക്കുന്നു. ATP പ്രൊഡക്ഷനാണ് ഗ്ലൈക്കോളിസിസിൽ മെയിനായിട്ട് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് കൺവേർട്ടിങ് ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ് ഓർ ലാക്റ്റേറ്റ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ATP. നമ്മൾ പറഞ്ഞു ഇതൊരു യൂണിവേഴ്സൽ പാത്വേ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ബാക്ടീരിയ തൊട്ടിട്ട് ഹ്യൂമൻസ് വരെയും അല്ലെങ്കിൽ ഹയർ ആനിമൽസിലെല്ലാം നടക്കുന്ന ഒരു പാത്വേ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, സൈറ്റോപ്ലാസത്തിലാണ് അല്ലെങ്കിൽ സൈറ്റോസോൾ ഓഫ് ദ സെല്ലിലാണ് നടക്കുന്നത്. പിന്നെ നമുക്കറിയാം ഓരോരോ ഘട്ടത്തിലും ഒരുപാട് ഓരോരോ എൻസൈമുകൾ നമുക്ക് ഗ്ലൈക്കോളിസിസിൽ കാണാനായിട്ട് സാധിക്കും ത്രൂ എ ചെയിൻ ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻസ്. അതുപോലെ തന്നെ ഇത് എങ്ങനെ നടക്കും, ഓക്സിജൻ്റെ പ്രസൻസിലും ആബ്സെൻസിലും നടക്കും. അതായത് എയറോബിക്കും ഉണ്ട്, അനേറോബിക്കും ഉണ്ട്. അപ്പം ഗ്ലൈക്കോളിസിസ് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ATP ഈവൻ അണ്ടർ അനേറോബിക് കണ്ടീഷൻ. അനേറോബിക് കണ്ടീഷനിലാണെങ്കിലും ഗ്ലൈക്കോളിസിസ് ആണ് ATP പ്രൊഡക്ഷൻ്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം മസിൽ സെൽസിൽ നമുക്കറിയാം എന്താണ് ലാക്റ്റിക് ആസിഡ് മെറ്റബോളിസം അല്ലേ, മസിൽ സെൽസിൽ അല്ലെങ്കിൽ RBCയിലൊക്കെ എന്താണ് മൈറ്റോകോൺട്രിയൽ ലാക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അനേറോബിക് കണ്ടീഷനാണ്. അപ്പോൾ അതിലും എന്ത് നടക്കും, ഗ്ലൈക്കോളിസിസ് നടക്കും. ഓക്സിജൻ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും, പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവേറ്റ് ആയിട്ട് മാറിയിട്ട് അത് നമ്മുടെ ക്രബ് സൈക്കിളിലോട്ടാണ് കടക്കുന്നത്. ഓക്സിജൻ പ്രസൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്തിലോട്ട് പോകും, അനേറോബിക് ഫെർമെൻറ്റേഷനിലോട്ട് പോകും. അപ്പോൾ ഗ്ലൈക്കോളിസിസിൻ്റെ പാത്വേയിൽ പ്രധാനമായിട്ടും 2 ഫേസസ് ആണുള്ളത്. എത്ര ഫേസസ് ആണ്, 2 ഫേസസ് ആണുള്ളത്. എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസും ഉണ്ട്, എനർജി പേ ഓഫ് ഫേസും ഉണ്ട്. എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ATP ഇൻവെസ്റ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഇവിടെ 2 ATP യൂസ് ചെയ്യുവാണ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ഗ്ലൂക്കോസിനെ സെല്ലിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് വേണം, ഗ്ലൂക്കോസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ആ ഒരു പ്രോസസ്സിലോട്ട് കടക്കുന്ന സ്റ്റെപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ എന്തെന്നും പറയും, പ്രിപ്പറേറ്ററി ഫേസ് എന്നും പറയും. ഇവിടെ 2 ATP ആണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എത്ര ATP ആണ്, 2 ATP. അതായത് ഗ്ലൈക്കോലിറ്റിക് പാത്വേയിൽ 2 ഫേസസ് അല്ലെങ്കിൽ 2 എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് പേ ഓഫ് ഫേസുകളിലൂടെയാണ് ഗ്ലൈക്കോളിസിസ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് ആണ്. 2 മോളിക്യൂൾസ് ഓഫ് ATP നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നതാണ് എനർജി പേ ഓഫ് ഫേസ്. എനർജി പേ ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ എനർജി റിലീസ് ചെയ്യുന്നത്, നമ്മൾ കൺസ്യൂം ചെയ്ത 2 ATPക്ക് പകരം നമ്മൾ എന്താണ് 2 മോളിക്യൂൾസ് ഓഫ് ATP ഇവിടെ സിന്തസൈസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് 2 NADH മോളിക്യൂൾസും ഉണ്ടാകുന്നു. NADH എന്ന് പറഞ്ഞാൽ ഒരു ഹൈ എനർജി ഇലക്ട്രോൺ ക്യാരിയർ മോളിക്യൂളാണ് NADH. അപ്പോൾ എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസും ഉണ്ട്, എനർജി പേ ഓഫ് ഫേസും ഉണ്ട്. ഇനി നമുക്ക് ഗ്ലൈക്കോളിസിസിൻ്റെ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നോക്കാം. എന്തൊക്കെ പ്രോസസ്സുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഗ്ലൂക്കോസിന് വരുന്നതെന്നുള്ളത് നമുക്ക് ഓരോരോ സ്റ്റെപ്സായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൽ 2 എനർജി ഫേസസ് ആണുള്ളത്. ഒന്ന് എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസും ഉണ്ട്, എനർജി പേ ഓഫ് ഫേസും ഉണ്ട്. ഈ എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ 2 ATP മോളിക്യൂൾസ് നമ്മൾ കൺസ്യൂം ചെയ്യുവാണ്, നമ്മൾ മീൻസ് ഗ്ലൈക്കോളിസിസിൽ കൺസ്യൂം ചെയ്യപ്പെടുവാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിസിസിൽ നടക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോസ്ഫോറിലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ്. അതായത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുകയാണ്. അപ്പം ഗ്ലൂക്കോസിൻ്റെ 6th കാർബണിൽ എന്ത് നടക്കുന്നു, ഫോസ്ഫോറിലേഷൻ നടക്കുവാണ്. ഗ്ലൂക്കോസിനെ സൈറ്റോപ്ലാസത്തിൽ നമുക്ക് ട്രാപ്പ് ചെയ്യണം, അതിന് ഫോസ്ഫോറിലേഷൻ നടക്കണം. അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ 6th കാർബൺ പൊസിഷനിലാണ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോസ്ഫോറിലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻറ്റു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഇപ്പോൾ ദാണ്ട് ഇവിടെ നോക്കിക്കേ, ഇവിടെ 1 2 3 4 5 6 6th പൊസിഷനിൽ OH ആയിരുന്നു. അതെന്തായി, അവിടെ ഫോസ്ഫോറിലേഷൻ നടന്നു, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്തു, ഗ്ലൂക്കോസ് എന്നുള്ളത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഫോസ്ഫോറിലേറ്റഡ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അപ്പോൾ എന്താണ്, അവിടെ ATP നമ്മൾ യൂസ് ചെയ്തു, ഫോസ്ഫേറ്റിനെ എടുത്തു.
അപ്പോൾ അവിടുത്തെ എൻസൈമാണ് ഹെക്സോകൈനേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോ ഹെക്സോകൈനേസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ്, ഗ്ലൂക്കോസിൻ്റെ ഫോസ്ഫോറിലേഷൻ നടക്കുവാണ് ഇവിടെ. ഗ്ലൂക്കോസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തു. ഏത് പൊസിഷനിലാണ്? 6th പൊസിഷനിലാണ്. 6th കാർബൺ ആറ്റത്തിലാണ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. അവിടുത്തെ എൻസൈം എന്ന് പറയുന്നത് ഹെക്സോകൈനേസ് ആണ്. അവിടെ ഒരു ATP മോളിക്യൂള് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അതായത് ATPക്ക് ഡീഫോസ്ഫോറിലേഷൻ നടക്കുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോസിന് ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. അപ്പോൾ അങ്ങനെ ATP ADP ആയിട്ട് മാറുന്നു. അവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എങ്ങോട്ടേക്ക് പോകുന്നു? ഗ്ലൂക്കോസിൻ്റെ 6th കാർബണിലുള്ള ആ ഒരു പൊസിഷനിലോട്ട് ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് ഫോസ്ഫോറിലേറ്റ് ചെയ്തതെന്ന് പറയുന്നത് ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നത് ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്. പിന്നെ ഇവിടെ കോഫാക്ടർ അല്ലെങ്കിൽ ഒരു ആക്ടിവേറ്റർ ഉണ്ട്. അതാരാണ്? Mg2+ അല്ലെങ്കിൽ Mn2+ ആയിരിക്കും. മിക്കവാറും Mg2+ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ 6th കാർബണിൽ ആഡ് ചെയ്യപ്പെടുന്നു. അവിടെ ATP ADP ആയിട്ട് മാറുന്നു. Mg2+ അല്ലെങ്കിൽ Mn2+ അവിടുത്തെ കോഫാക്ടറാണ്. അവിടുത്തെ എൻസൈം എന്ന് പറയുന്നത് എന്താണ്? ഹെക്സോകൈനേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു യൂണിവേഴ്സൽ പാത്വേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹെക്സോകൈനേസ് ആണ് യൂണിവേഴ്സലി പ്രസൻ്റ് ആയിട്ടുള്ള ഈ ഒരു എൻസൈം എന്ന് പറയുന്നത്. പക്ഷേ ലിവറിൽ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുന്ന സമയത്ത് ആ എൻസൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്ലൂക്കോകൈനേസ് ആയിരിക്കും. അതായത് ഗ്ലൂക്കോകൈനേസ് എന്ന് പറയുന്നത് ഹെക്സോകൈനേസിൻ്റെ ഒരു ഐസോ എൻസൈമാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫോസ്ഫോറിലേഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. 2 മോളിക്യൂൾ ഓഫ് ATP ആണ് ഇവിടെ കൺസ്യൂം ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ATPയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഫോസ്ഫോറിലേഷൻ ഓഫ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നു ബൈ ദ എൻസൈം ഹെക്സോകൈനേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റർ ഓർ കോഫാക്ടർ Mg2+. ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്? ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ഫോസ്ഫോറിലേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ടുണ്ട്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി ബൈ ദ എൻസൈം ഏതാണ്? ഹെക്സോകൈനേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അപ്പോൾ അവിടെ നമ്മളൊരു ATP എന്ത് ചെയ്തിട്ടുണ്ട്? കൺസ്യൂം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസോമറൈസേഷൻ ആണ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ അതിൻ്റെ ഐസോമറായിട്ടുള്ള ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഇവിടെ എന്താണ്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് CHO ഫോമിലാണ്. അതൊരു ആൾഡോൾ ഷുഗറാണ് അല്ലെങ്കിൽ ആൽഡിഹൈഡ് ഷുഗറാണ്. അതിനെ കീറ്റോ ഫോമിലോട്ട് മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഗ്ലൂക്കോസിൻ്റെ ഐസോമർ ഫോമിലോട്ട് മാറ്റുകയാണ്. ഗ്ലൂക്കോസ് 6 ഫോം ആൾഡോസ് ഫോമിൽ നിന്ന് ഫ്രക്ടോസ് 6 ഫോമായിട്ടുള്ള കീറ്റോസ് ഫോമിലോട്ട് മാറ്റുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്, അല്ലെങ്കിൽ റിവേഴ്സിബിൾ ആൾഡോസ് കീറ്റോസ് ഐസോമറൈസേഷൻ എന്ന് പറയാം. എന്താ ചെയ്യുന്നത്? ഈ ഒരു ഗ്ലൂക്കോസിനെ കീറ്റോസ് ഫോമിലോട്ട് ട്രാൻസ്ഫോം ചെയ്ത് ഫ്രക്ടോസ് ആക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഷിഫ്റ്റ്. അപ്പോൾ ഇവിടുത്തെ എൻസൈം എന്ന് പറയുന്നത് ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറൈസ് ആണ്. അപ്പോൾ നോക്കിക്കേ, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നു. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈം വഴി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നു. ഇവിടുത്തെയും കോഫാക്ടർ ആര് തന്നെയാണ്? Mg2+ തന്നെയാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നു. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. അവിടെ ATP യൂസ് ചെയ്യപ്പെടുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ഐസോമറൈസേഷൻ ആണ്. ഇവിടെ ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിന് പറയുന്നത് സെക്കൻഡ് ഫോസ്ഫോറിലേഷൻ എന്നാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗ്ലൈക്കോളിസിസിൻ്റെ സ്റ്റെപ്സ് ആണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് ആണ്. എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസിൽ ആദ്യം ഒരു ഫോസ്ഫോറിലേഷൻ നടക്കും. അവിടെ ഒരു ATP യൂസ് ചെയ്യും. രണ്ടാമത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ എന്താക്കും? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കും. അത് ഐസോമറൈസേഷൻ ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും ഫോസ്ഫോറിലേഷൻ നടക്കുവാണ്. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആക്കി മാറ്റുവാണ്. ഇവിടെ നോക്കിക്കേ,
6th കാർബണിലായിരുന്നു നേരത്തെ ഫോസ്ഫോറിലേഷൻ നടന്നത്. ഇപ്പോൾ ഫസ്റ്റ് കാർബണിൽ വീണ്ടും എന്ത് നടക്കുകയാണ്, ഫോസ്ഫോറിലേഷൻ നടക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ഫോസ്ഫേറ്റ് ഇവിടെ യൂസ് ചെയ്യപ്പെടുകയാണ്. അതായത് ATP ADP ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ ഒരു യൂട്ടിലൈസേഷൻ ഓഫ് ATP ആണ് നടക്കുന്നത്. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ആഡ് ചെയ്യുന്നു. ഓൾറെഡി 6th പൊസിഷനിൽ ഫോസ്ഫോറിലേഷൻ നടന്നു. ഇവിടെയും കോഫാക്ടർ എന്താണ്, Mg2+ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഫോസ്ഫോഫ്രക്ടോകൈനേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഇവിടെ ഇതിനെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കറ്റാലിറ്റിക് റിയാക്ഷന് കാറ്റലൈസ് ചെയ്യുന്നത് ഫോസ്ഫോഫ്രക്ടോകൈനേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഈ എൻസൈമിനെ നമ്മൾ പേസ് മേക്കർ ഓഫ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയും, ഫോസ്ഫോഫ്രക്ടോകൈനേസ് എൻസൈമിന്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലൈക്കോളിസിസ് നടക്കുന്ന സമയത്ത് ഈ ATP അല്ലെങ്കിൽ സെല്ലിൻ്റെ എനർജി നീഡിനനുസരിച്ച് ATP പ്രൊഡക്ഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു കറ്റാലിറ്റിക് റിയാക്ഷൻ്റെ സ്പീഡിനെ സ്ലോസ് ഡൗൺ ചെയ്യുന്നതും അതുപോലെ തന്നെ എൻഹാൻസ് ചെയ്യുന്നതുമൊക്കെ ഈ ഒരു ഫോസ്ഫോഫ്രക്ടോകൈനേസ് എൻസൈമാണ്. അപ്പം സെല്ലുലാർ പൂളിൽ ഇപ്പോൾ ATP കുറവാണെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ADP AMP ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിലോ ഈ എൻസൈം എന്താവും, ആക്സലറേറ്റ് ആവും. അതുപോലെ തന്നെ ATPയുടെ നീഡ് അല്ലെങ്കിൽ ATP കൂടുതലാണ് എന്നുള്ള സമയത്ത് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇൻഹിബിറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൈനേസ് എൻസൈം, അതായത് ഹെക്സോകൈനേസും ഫോസ്ഫോഫ്രക്ടോകൈനേസും എന്ന് പറയുന്നത് റെഗുലേറ്ററി എൻസൈമുകളാണ്. അപ്പം 2 ഫോസ്ഫോറിലേഷൻ നടന്ന് 2 ATP മോളിക്യൂൾസ് ആണ് കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് നമ്മൾ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൽ ഗ്ലൈക്കോളിസിസിൽ 2 ഫേസസ് ഉണ്ട് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്ത്. എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസും ഉണ്ട്, എനർജി പേ ഓഫ് ഫേസും ഉണ്ട്. അതിൽ എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസിൽ എന്താണ് 2 ATP യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആകുന്നു. അവിടുത്തെ എൻസൈം ഹെക്സോകൈനേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോകൈനേസ് ആണ്. ഗ്ലൂക്കോകൈനേസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ലിവറിലാണെന്നുണ്ടെങ്കിൽ കൈനേസ് എൻസൈം എന്തായിരിക്കും, ഗ്ലൂക്കോകൈനേസ് ആയിരിക്കും. ATP ADP ആവുന്നു, ഫോസ്ഫോറിലേറ്റ് ചെയ്യപ്പെടുന്നു. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നു. കോഫാക്ടർ Mg2+ ആണ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ എന്താക്കി മാറ്റുന്നു, അതിൻ്റെ ഐസോമറായിട്ടുള്ള ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കുന്നു. എൻസൈം എന്ന് പറയുന്നത് ഫോസ്ഫോഹെക്സോ ഐസോമറൈസ് ആണ്. അപ്പോൾ അവിടെ എന്താണ്, എനർജി ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല, ജസ്റ്റ് ഐസോമറൈസേഷനാണ് നടക്കുന്നത്. 3rd സ്റ്റെപ്പിലാണ് 2nd ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ബൈഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. അവിടുത്തെ എൻസൈമാണ് ഫോസ്ഫോഫ്രക്ടോകൈനേസ്. അവിടെ എന്ത് നടക്കുന്നുണ്ട്, ATP നമ്മൾ യൂസ് ചെയ്യുന്നു. കോഫാക്ടർ Mg2+ ആണ്. അതായത് ഓൾറെഡി 6th പൊസിഷനിൽ ഫോസ്ഫോറിലേഷൻ നടന്നു. ഇപ്പോൾ ഏത് പൊസിഷനിലാണ്, ഫസ്റ്റ് കാർബണിൻ്റെ പൊസിഷനിലും ഫോസ്ഫോറിലേഷൻ നടന്ന് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.